ഓം ജ്വാലമാലിനി തായേ, ഹരിതവർണ്ണത്തിൽ അടങ്ങിയിരിക്കുന്ന ആ ഇച്ഛാധാരി നാഗങ്ങൾ, മായാനാഗങ്ങൾ നിന്റെ ആശീർവാദത്താൽ എന്റെ കണ്ണുകളിൽ കാണുക തന്നെ ചെയ്യും. അതാരുടെ കണ്ണുകളിലാകും കാണുക, എപ്പോഴാകും കാണുക എന്നുള്ളത് ജ്വാലമാലിനി നേരത്തെ തീരുമാനിച്ചിരിക്കുന്നു. അച്ഛനെന്തിനാ ഇവിടേക്ക് വന്നേ? അച്ഛനെന്തിനാ ഇവിടേക്ക് വന്നേ? അതിന് വേറൊന്നല്ല മോനെ, ഞാൻ വേറൊരു വഴിക്ക് പോയപ്പോ ഇവിടെ വന്നൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് കരുതി വന്നത്. അച്ഛനെന്താ അന്വേഷിക്കുന്നത്? പച്ച നിറത്തിലുള്ള ഇച്ഛാനാരി നാങ്ങളെ തേടി വന്നാന്ന് ഇവനോട് ഞാൻ എങ്ങനെ പറയാ? എന്ത് പറ്റിയ വല്ലാതെ എന്തോ ടെൻഷനുള്ള പോലെ. അച്ഛൻ ഇവിടെ ആരെയും അന്വേഷിക്കുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. ടെൻഷനൊന്നുമില്ല. അതെ, ഈ ഇച്ഛാധാരി നാഗമേതാണ്, നാഗറാണി ആരാണ്, ഇത് കണ്ടുപിടിക്കാറായപ്പോഴേക്കും ഇവരോട് എത്തിയല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാൻ പറ്റാം? ഇത് വല്ലാത്തൊരു ശല്യം. ഇവർ രണ്ടുപേരും എന്താ സംശയത്തോടെ ഇരിക്കുന്നത്? ഇവരാരെയാ നോക്കുന്നത്? അങ്കിൾ, മോളെ നീ ഇവിടെ ഉണ്ടായിരുന്നോ? എന്താ പറ്റി? എന്തോ അന്വേഷിക്കുന്ന പോലെ ഉണ്ടല്ലോ. ഞാൻ അന്നേരം പോലും അച്ഛനോട് ചോദിച്ചോണ്ടിരിക്കുക. അച്ഛനാണെങ്കിൽ ഒന്നും പറയുന്നുമില്ല. എന്താ കാര്യം പറയും? ഒന്നുമില്ലടാ, ഞാൻ ഒരാളെ അന്വേഷിച്ചിങ്ങോട്ട് വന്നതാ. അദ്ദേഹം പുറത്തുണ്ടാവുമെന്ന് വിചാരിച്ച്, പക്ഷെ പുറത്തും കണ്ടില്ല. അപ്പൊ അകത്ത് അദ്ദേഹം ഉണ്ടാവുമെന്ന് കരുതിയാ വന്നേ. എല്ലായിടത്തും അന്വേഷിക്കണമല്ലോ. ഞാൻ എല്ലായിടത്തും അന്വേഷിച്ചു, പിന്നെ ഫോണിലും വിളിച്ചിരുന്നു, ഫോണിലും കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹം ഇവിടെ ഉണ്ടാവുമെന്ന് കരുതി കയറി നോക്കിയത്. അമ്പലത്തിന്റെ ഗോപുരം പച്ച നിറത്തിലാണുള്ളത്. ഇച്ഛാധാരി നാഗങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും എനിക്കെന്താ അവറ്റുകളെ കാണാൻ കഴിയാത്തത്? കാണില്ല. ജ്വാലമാലിനിയുടെ കൃപയുള്ളതിനാൽ ഇച്ഛാധാരി നാഗങ്ങളെ എന്റെ കണ്ണുകളിൽ മാത്രമേ കാണാനാകൂ. നാഗലോകത്തുള്ളവർക്ക് പ്രതിബിംബമായി കാണപ്പെടുന്നതിനെ മനുഷ്യർക്കാകട്ടെ അവയെ വെറും മനുഷ്യരായി തന്നെ കാണപ്പെടുന്നതാണ്. അച്ഛനിത് ആരെയും അന്വേഷിച്ചോണ്ടിരിക്കുന്നത്? അല്ല, എന്നോടെങ്കിലും ഒന്ന് പറയുന്നേ, ഞാനും കാണുകയാണെങ്കിൽ പറയാലോ. ഇല്ലടാ, നിനക്ക് അദ്ദേഹത്തെ അറിയില്ല, എനിക്ക് മാത്രമേ അറിയൂ. നമ്മുടെ എസ്റ്റേറ്റിൽ ആദ്യം മാനേജറായിട്ട് ജോലി ചെയ്തിരുന്ന ഒരാളാ. അയാളുടെ അടുത്തൊരു കാര്യം സംസാരിക്കണമായിരുന്നു. മുതലാളിയാണെങ്കിൽ വീട്ടിലില്ല. അപ്പൊ ആ ജോലിയും കൂടി ഞാൻ തന്നെ ചെയ്യണമല്ലോ. അതുകൊണ്ടാടാ ഞാൻ തന്നെ ഇറങ്ങി തിരിച്ചേ. ഓ, അങ്ങനെയാണോ? അതേടാ, അയാൾ ഇന്ന് തന്നെ കണ്ടേ പറ്റൂ. ഒരു അർജന്റ് കാര്യമുണ്ട്. അയാളെ കണ്ടില്ലെങ്കിൽ ഒരു പണി മുന്നോട്ട് പോകില്ല. അതുകൊണ്ടാ. അങ്കിൾ, ഒരു പ്രാവശ്യം ഒന്ന് ഫോൺ ചെയ്ത് നോക്ക്. അപ്പൊ എവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അത് ശരിയാ. അയ്യോ, പക്ഷെ ഈ അമ്പലത്തിന്റെ അകത്ത് എങ്ങനെ ഫോൺ ചെയ്യാ? അത് തെറ്റല്ലേ മോളെ? ഇവിടെ എവിടെയെങ്കിലും കാണുമോ അയാള്? കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം. റേഞ്ച് കിട്ടുന്നില്ല. അല്ലച്ച, അദ്ദേഹം അമ്പലത്തിൽ തന്നെ ഉണ്ടെങ്കിൽ ആർക്കും ഡിസ്റ്റർബ് ആവണ്ടെന്ന് വിചാരിച്ച് ചിലപ്പോ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആഹാ, അത് ശരിയായിരിക്കും. അപ്പൊ ഇവിടെ എവിടെയെങ്കിലും കാണും. ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ, കണ്ടുപിടിക്കണല്ലോ.
അച്ഛൻ ഇത്രയ്ക്ക് സീരിയസ് ആയിട്ട് ആരെയും അന്വേഷിക്കുന്നു പറയുമ്പോൾ അത് വളരെ വേണ്ടപ്പെട്ട ആളായിരിക്കും തോന്നുന്നു. ആരായിരിക്കും അത്? അങ്കിൾ ആരെ അന്വേഷിച്ചോണ്ടിരിക്കാണല്ലോ. ആരെയായിരിക്കും അത്? എന്തോ വല്ലാത്ത രീതിയിലാ പെരുമാറുന്നത്. ശിവാനി, ഐ ലവ് യു. ഐ ലവ് യു ശിവാനി, ഐ ലവ് യു. ഇവളുടെ വയറ്റിൽ പാമ്പിനെ കാണാൻ ഇടയായല്ലോ, അതെങ്ങനെയാ? ആ ചോദ്യത്തിന് ഇതാണോ ഉത്തരം? എന്താ ഇത് ദൈവമേ? ഞാനൊരു ചോദ്യമായിട്ട് നിന്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെയാണ് ഉത്തരം തരുന്നത്? നാഗാഭരണ, നിന്റെ ഭക്തയുടെ യഥാർത്ഥ രൂപം നീ അവനെ കാണിച്ചുവോ? അവന്റെ ഉള്ളിലുള്ള അവനെ അവൾ ആരാണ് എന്ന് മനസ്സിലാക്കുവാനുള്ള പ്രയത്നമാണോ? ആ രൂപം കാട്ടിയിട്ട് നിന്നെ പ്രവർത്തിച്ച ശക്തിയെ എല്ലാം മനസ്സിലാക്കുക എന്നതാണോ നിന്റെ ലക്ഷ്യം? ഇത് ധർമ്മമാണോ, അതോ നിന്റെ ഉള്ളിലുള്ള മർമ്മമോ, അതോ ഇതവളുടെ ജീവിതത്തിലെ കർമ്മമോ? ഹേ ഭോലേനാഥ! ഏയ് തൃശൂർ, ഞാൻ എന്ത് ചെയ്താലും നിന്റെ നല്ലതിന് വേണ്ടിയാന്ന് മനസ്സിലാക്കുക. നിന്നെ ബന്ധിച്ചതും നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ. ശിവാനി നമ്മൾ കരുതുന്ന പോലെയല്ല, അവള് മനുഷ്യ സ്ത്രീയല്ല. ഇവള് വെറും ഒരു പെണ്ണല്ല മോനെ. ഇവളുടെ വയറ്റിൽ വളരുന്ന കുട്ടിയുണ്ടല്ലോ, അതൊരു മനുഷ്യപ്പിറവിയല്ല. അച്ഛൻ ഇവളെ കൊല്ലുമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ അച്ഛന്റെ വാക്ക് കേട്ടേയില്ല. അച്ഛൻ എന്താ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ശിവാനിയുടെ കൂടെ ചേർന്ന് എന്റെ അച്ഛനെ കൊന്നു കളഞ്ഞില്ലേ? എന്തൊരു പാപിയാണ് ഞാൻ. അയ്യോ ദൈവമേ, എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? അങ്കിൾ, എത്ര നേരമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക? അവരിവിടെ ഇല്ലാന്നാ തോന്നുന്നേ. വാ, പ്രസാദം എടുത്തോളൂ. പാമ്പ് തരുന്ന പ്രസാദം കഴിച്ചാൽ ഞങ്ങൾ മരിച്ചു പോകില്ലേ? അതില് വിഷം ഉണ്ടായിരിക്കും. അങ്കിൾ, അച്ഛ കഴിക്കരുത് അച്ഛ. ദൈവത്തിന്റെ പ്രസാദം അല്ലടാ, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? അത് പ്രസാദം തന്നെയാ, ദൈവത്തിന്റെ പ്രസാദം തന്നെയാ. എന്നാ ഈ പ്രസാദം കഴിച്ചു കഴിഞ്ഞാൽ നമ്മളും എത്രയും പെട്ടെന്ന് ദൈവത്തിനടുത്തെത്തുമെന്ന് ഞാൻ എങ്ങനെ പറയാ? അങ്കിൾ ഇത് കഴിക്ക്. തൃശൂൽ, നീ എന്താ ഇങ്ങനെ നിൽക്കുന്നേ? ദാ കഴിക്ക്, നീയും കഴിക്ക്. അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പ്രസാദം നിനക്ക് എത്ര ഇഷ്ടാ? ഒറ്റയ്ക്ക് ഇരുന്ന് മുഴുവൻ കഴിക്കുന്ന ആളല്ലേ. ഇപ്പൊ എന്താ പറ്റിയ നിനക്ക്? ഇതാ കഴിക്ക് തൃശൂൽ. അത് വാങ്ങിച്ച് കഴിക്ക്. അങ്കിൾ, അവരിവിടെ ഇല്ലെന്നാ തോന്നുന്നേ. വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഇല്ല മോളെ, നിങ്ങൾ തിരിച്ചോളൂ. എനിക്ക് അദ്ദേഹത്തെ കണ്ടേ പറ്റൂ. അദ്ദേഹം ഉറപ്പായിട്ടും വരും. ഇനി ഒരുപക്ഷെ അദ്ദേഹം പുറത്തെവിടെയെങ്കിലും ഉണ്ടോന്ന് നോക്കാം. ശിവാനി, നമുക്ക് ഇവിടെ നിന്ന് പോയാലോ? തൃശൂർ, നീ എന്തോ മറന്നല്ലോ. എന്താ? പൂ വെച്ചേർന്നില്ലേ? ഞാൻ വെച്ചുതരാം. ഇത് കഴിച്ചിട്ട് ഞാൻ കൈ കഴുകിയിട്ട് വരാം. ഒരു മിനിറ്റ്, ഇപ്പൊ വരാം.
കൃഷ്ണേ, നിന്നോടുള്ള വിശ്വാസം കൊണ്ട് സഞ്ജീവനി വനത്തിൽ നിന്നും നാരും വേരും കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ചിന്തിക്കുന്നത് പോലെ തന്നെ നീ ചിന്തിക്കുന്നില്ല. നീ ഈ ചെയ്യുന്ന ചികിത്സ കൊണ്ട് ഫലം സിദ്ധിക്കുമോ? ഫലം സിദ്ധിക്കും ദാക്ഷായണി. അതിനുവേണ്ടിയല്ലേ നമ്മൾ പ്രയത്നിക്കുന്നത്. നമുക്ക് വേണ്ടതിപ്പോൾ നാഗമാണിക്യം മാത്രമാണ്. ആ, നാഗമാണിക്യം ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് വഴിയൊരുക്കുന്നതിനായി ഇവൻ മാത്രമാണുള്ളത്. ആദ്യം തന്നെ ഇവനെ പഴയ രൂപത്തിലേക്ക് കൊണ്ടുവന്നാൽ നാഗമാണിക്യം നമുക്ക് ലഭിക്കുമെന്നറിയാം. എന്നിട്ടും നീ സംശയം വേണ്ട. ചികിത്സ തുടങ്ങാൻ സമയമായി. എന്തൊരു കയ്പ ഇതിന്. ചികിത്സയാണ്. ഇത്രയും ദിവസമായിട്ട് ഇത് തന്നെയല്ലേ പറയുന്നത്. ഇനി എത്ര ദിവസം എടുക്കുമെന്ന് പറ. നീ ഒരു ശക്തി നേടുന്നതിനായിട്ട് എത്ര കാലം കാത്തിരുന്നു? 23 വർഷങ്ങൾ. നീ ഇനി വർഷങ്ങളോളം കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. കുറച്ച് ദിവസങ്ങൾ കൂടി കാത്തിരുന്നാൽ മതി. നിന്റെ പഴയ രൂപം നിനക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ കാത്തിരിക്കേണ്ടത് അനിവാര്യമാണ്. നിനക്കതിന് ക്ഷമയില്ല എന്നുണ്ടെങ്കിൽ നീ ഇപ്പൊ എങ്ങനെയാണോ ഉള്ളത് അങ്ങനെ തന്നെ തിരിച്ചു പോയിക്കോളൂ. ഞങ്ങൾക്കൊരു കുഴപ്പവും ഉണ്ടാവില്ല. എനിക്ക് എന്റെ പഴയ രൂപം വേണം. എങ്കിൽ നീ ഇതൊക്കെ സഹിക്കണം. നിന്നെ നിന്റെ മരണത്തിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് വന്നതാണ് ഞങ്ങൾ. ജീവിതത്തിലേക്ക് തിരിച്ചു വരണമോ അഥവാ ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള സ്ഥിതിയിൽ നിനക്ക് കഴിയണമോ? ആലോചിച്ച് തീരുമാനിക്കൂ. വേണ്ട വേണ്ട, ഞാൻ നിങ്ങൾ പറയുന്നൊക്കെ അനുസരിച്ചോളാം. തുടങ്ങിക്കൊള്ളുക. നിനക്ക് എന്താ പറ്റിയത്? വല്ലാതിരിക്കുന്നല്ലോ. ഒന്നുമില്ല ഒന്നുമില്ല. ക്ഷേത്ര ദർശനം കഴിഞ്ഞിട്ട് ഭാര്യയ്ക്ക് പൂ വെച്ചു കൊടുക്കുന്നില്ലേ? അതിനിങ്ങനെ നാണിക്കണം. ഇപ്പൊ കിട്ടിയത് ദൈവദർശനമല്ല, സർപ്പദർശനമാണ്. അത് കണ്ടതിന് ശേഷം എന്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല. അതെനിക്ക് നന്നായി മനസ്സിലായി. എന്താ ഇങ്ങനെ താമസിക്കുന്നേ? വാങ്ങിക്ക, തൃശ്ശൂർ വെച്ചതാ. ആ, ആ. എന്നിപ്പോ എങ്ങനെയുണ്ട് കാണാൻ? പൂവ് ചൂടിക്കഴിഞ്ഞപ്പോ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് ശിവാനി. നല്ല ഭംഗിയുണ്ട്. ശിവാനി, പൂവ് ചൂടിക്കഴിഞ്ഞപ്പോ നീ നല്ല സുന്ദരിയായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊരു സെൽഫി എടുത്താലോ? ഒന്ന് വന്നേ, വാ, നമുക്കൊരു സെൽഫി എടുക്കാം. വാ. Smile. അയ്യോ, ഇതെന്തേ കാണുന്നേ? മൊബൈലില് ഫോട്ടോയില് നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. എന്നാ കണ്ണാടിയിൽ മാത്രം എന്തുകൊണ്ടാ പാമ്പായിട്ട് കാണുന്നത് ഞാൻ? ശിവാനി, നമുക്ക് സെൽഫി വേണ്ട. നമുക്ക് നിന്റെ മാത്രം ഒരു ഫോട്ടോ എടുത്താലോ? ഒന്ന് പോയി തന്നെ, ഒരു മിനിറ്റ്. എന്തു പറ്റി? നന്നായിട്ടുണ്ടോ? ഞാൻ നോക്കട്ടെ. നിങ്ങക്ക് ഞാൻ കാണിച്ചു തരാം. ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ. ശിവാനി, ഇങ്ങനെ ഒരെണ്ണം എടുക്കാം നമുക്ക്. ഒന്ന് അവിടേക്ക് തന്നെ നോക്ക്.
നന്നായിട്ടുണ്ട്. രൂപം കണ്ടവളെ അളക്കേണ്ട. ഒരേ രൂപത്തിലുള്ളതിന് ഒരേ ഗുണമുണ്ടാകണമെന്നില്ല. എന്തിനാണ് ഈ മൗനം മഹേശ്വര? എന്തിനാണ് ഈ മൗനം? ബന്ധം മനസ്സിലാക്കൂ. ബന്ധം നന്നായിട്ട് പോകട്ടെ. ബന്ധം മുറിയാതെ ബന്ധം തുടർന്നാൽ ബന്ധുവും കൂടെ ശത്രുവായി മാറും മഹേശ്വര. ഏ ഭോലേനാഥ! ഗുരുക്കളെ, 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 ശരിക്കും നാഗങ്ങള് അമ്പലത്തിനകത്തുണ്ടായിരിക്കുവോ? മഠയാ, ചോദിച്ച ചോദ്യം തന്നെ വീണ്ടും ചോദിക്കാതിരിക്കുക. അല്ല ഗുരുക്കളെ, എന്റെ കണ്ണിൽ ഇതുവരെ ഒന്നും കണ്ടില്ല. നിങ്ങളുടെ കണ്ണിൽ കാണുന്നുണ്ടോ? സമാധാനിക്ക്, സമാധാനിക്ക്. എടുത്തു ചാട്ടമാണ് അപകടത്തിന് കാരണം. എടുത്തു ചാടാതിരിക്കുക. ഇച്ഛാധാരി നാഗങ്ങളെ കണ്ണിൽ കാണുക തന്നെ ചെയ്യും. കാണുന്നത് വരെ കാത്തിരിക്കണം. കാത്തിരിക്കണമെങ്കിൽ താഴ്മ വേണം. താഴ്മയുണ്ടെങ്കിൽ മാത്രമേ സത്യം അറിയാനാകൂ, മുന്നോട്ടുള്ള വഴി കാണാനാകും. എന്റെ വഴി വേറെയാണ്, എന്റെ ലക്ഷ്യങ്ങളും വേറെ. എന്റെ കണ്ണിൽ മാത്രമേ ഇച്ഛാധാരി നാഗങ്ങളെ കാണാനാകൂ. നിങ്ങൾക്കാർക്കും കാണാനാകില്ല. നിങ്ങളുടെ കണ്ണുകളിൽ അതിനെ കണ്ടാൽ ആപത്ത് മാത്രമേ ഉണ്ടാകൂ, നന്മയുണ്ടാവുകയില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഇച്ഛാധാരി നാഗങ്ങളെ എന്റെ കണ്ണുകളിൽ കാട്ടിത്തരാനുള്ള മന്ത്രോച്ചാരണം നടത്തി ഞാൻ എത്രയും വേഗം ആ മായാനാഗങ്ങളെ കണ്ടെത്തണം. എനിക്ക് കണ്ടെത്തിയാൽ ഉടനെ മുന്നോട്ടുള്ള ലക്ഷ്യങ്ങളും നേടിയെടുക്കണം. എനിക്ക് ഇവിടെ ഇവളെ കാണാനായിട്ട് നോർമൽ ആയിട്ടുള്ളേ, എന്നാ കണ്ണാടിയിൽ പാമ്പായിട്ട് കാണുന്നത്. അപ്പോ ഞാൻ കണ്ട ശിവാനി എന്റെ ശിവാനി അല്ലേ? ദൈവമേ, ദൈവമേ, അതെല്ലാം വെറും തോന്നലായിരിക്കട്ടെ ദൈവമേ. ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ടല്ലോ. അവള് പാമ്പാണ് എന്നുള്ളത് സത്യമാണെന്നുണ്ടെങ്കിൽ ഫോട്ടോയിലും അവള് പാമ്പായി തന്നെ കാണുമായിരുന്നല്ലോ. ദൈവമേ, അവിടുത്തെ സന്നിധിയിലാണ് വന്നിരിക്കുന്നത്. അങ്ങയോട് ഞാൻ എന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തരൂ എന്ന് ചോദിച്ചിട്ട് അങ്ങ് ഇപ്പോഴും ഇങ്ങനെയാണ് എനിക്ക് ഉത്തരം തരുന്നത്. കണ്ണാടിയിൽ ഞാൻ അവളെ പാമ്പായിട്ട് കണ്ടു, എന്നാൽ ഫോട്ടോയിൽ എന്തുകൊണ്ടാ ശിവാനി ആയിട്ട് തന്നെ കാണുന്നത്? അവിടെ കണ്ടതെല്ലാം എന്റെ വെറും തോന്നലാണോ? അതെ, അതെല്ലാം എന്റെ വെറും തോന്നലായിരിക്കും. തൃശൂർ, നീ ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യാ? നീ എന്താ വല്ലാതിരിക്കുന്നെ? ഓ, പ്രദക്ഷിണം ചെയ്തിട്ട് ക്ഷീണിച്ചതാണോ? അല്ല, നിന്റെ യഥാർത്ഥ രൂപം കണ്ട് ക്ഷീണിച്ചതാ. നിന്നോടാ ഞാൻ ചോദിക്കുന്നേ, എന്താ വല്ലാതിരിക്കുന്നേന്ന്? അത് ഒന്നുമില്ല ശിവാനി. ദൈവം വലിയവനാ, അവനെല്ലാം കേൾക്കുന്നുണ്ട്, അവനെല്ലാം കാണിച്ചു തന്നു. എന്ത് പറഞ്ഞെന്നാ? എന്താ കാണിച്ചു തന്നെ? അത് ഒന്നുമില്ല, വിട്ടേക്ക് ശിവാനി. നീ എന്താ പറയുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ തൃശൂൽ. നീ എന്താ വല്ലാതെ പെരുമാറുന്നേ? നമുക്ക് പോയാലോ? നമുക്ക് പോവാം ശിവാനി. വാ. തൃശൂൽ, ഇവിടെ വെച്ച് നീ ഒരു സ്വാമിജിയെ കണ്ടു എന്ന് എന്നോട് നേരത്തെ പറഞ്ഞിരുന്നില്ലേ? ഞാൻ പറഞ്ഞായിരുന്നു. അദ്ദേഹത്തിന്റെ ആശീർവാദം കിട്ടിയ നിനക്കും എനിക്കും നമ്മുടെ കുഞ്ഞിനും നല്ലതേ വരും. എന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോവോ? ആദ്യം അവൾ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോകണം. എല്ലാത്തിനും ഉത്തരം ലഭിക്കണം. എനിക്ക് കണ്ണാടിയിൽ കണ്ട പാമ്പിന്റെ രൂപം, നിന്റെ വയറ്റിൽ കണ്ട പാമ്പിന്റെ രൂപം, എല്ലാത്തിനുമുള്ള ഉത്തരം എനിക്ക് അവിടെ നിന്ന് ലഭിക്കും. നീ ആരാണെന്നും എനിക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. തൃശൂൽ, പോയാലോ? നടക്കും, ഇപ്പൊ തന്നെ പോവാം. വാ.
ഗുരുക്കളെ, ക്ഷേത്രത്തിനകത്ത് നോക്കാൻ ഇനി ഒരു ഇഞ്ച് സ്ഥലം ബാക്കിയില്ല. എവിടെയും കാണുന്നില്ല. അതെ സ്വാമികളെ, ഇച്ഛാധാരി നാഗിന് പോയിട്ട് ഒരു കൊതുകിനെ പോലും കണ്ടില്ല സ്വാമിജി. ഗുരുക്കളെ, ആ കാണുന്ന ഗോപുരം ഇപ്പോഴും പച്ച നിറത്തിൽ തന്നെയാണല്ലോ. എന്നുവെച്ചാൽ ഇച്ഛാധാരി നാഗങ്ങൾ ഈ ക്ഷേത്രത്തിനകത്ത് തന്നെ ഉണ്ടെന്നാണ്